ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിത് നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കുറച്ച് പരിപാടികൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിന്നൊരു ബ്രീഡറും കൂടി സെറ്റാക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇരുന്ന് കുറച്ച് ചെയ്തൊരു പരിപാടിയാണ് ഈ കാണുന്നതൊക്കെ. അതായത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഫ്ലാറ്റായി കിടക്കുകയായിരുന്നു എൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ. ഞാൻ എന്തുകൊണ്ട് ഇതൊക്കെ എൻ്റെ സ്വന്തം ഡിസൈനാണ്. അത് നമ്മൾ ഇന്ന് കുറച്ച് ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുറച്ച് ഏരിയ ഫ്ലാറ്റായി കിടക്കുന്നുണ്ട്, അത് നമുക്ക് റെഡിയാക്കാം. അവിടെ എന്തെങ്കിലും ചെസ്റ്റോ കാര്യങ്ങളൊക്കെ അടിക്കി വയ്ക്കുക. പിന്നെ ഇവിടെ ഞാൻ മറ്റേ സാധനം മാറ്റി നമുക്കൊരു ഇത് വയ്ക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാനിതുകൊണ്ട് ഇവിടെ ഫുള്ള് ചെസ്റ്റ് ഉണ്ടൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ കുറച്ച് ക്യാരറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിലിതാ ഈ വീറ്റും കാര്യങ്ങളും ഒക്കെ സെപ്പറേറ്റ് ആക്കി വെക്കണം. ഞാനത് അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്, പക്ഷേ അതിനൊരു തീരുമാനമായിട്ടില്ല. പിന്നെ അതുകൊണ്ട് ഇവിടെ ഫുള്ള് ഫർണസ് വെച്ചിട്ടുണ്ട്. ഇവിടെ സ്മോക്കർ വയ്ക്കാൻ ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പുറത്ത് ഇത് വെച്ചിട്ട് അപ്പം മുകളിൽ കൊണ്ടുപോയി വെച്ചത്. അതുപോലെ തന്നെ നമുക്കിതുകൊണ്ട് ഇനി ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി കാണൂലല്ലേ, ഫ്രീ ക്യാമിട്ട് തന്നെ കാണിക്കേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് ഇതാണ് ഇപ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ളൊരു ലുക്ക്. കൊണ്ട് ഇതിൻ്റെ ബാക്കിലൊക്കെ കുറേ ലീവ്സ് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ ബാക്കിൽ ഭയങ്കര ബോറായി പോയോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പിന്നെ ഞാനത് അങ്ങനെ തന്നെ കടന്നോട്ട് വിചാരിച്ചു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചുമ്മാ അവിടെ എവിടെയും വെച്ച കൂട്ടത്തിൽ കൊണ്ട് ഈ തറയക്കോടിയൊക്കെ കുറേ വെച്ച് ഒരു കാര്യമില്ലാതെ. പിന്നെ ഈ ചെസ്റ്റൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മാറ്റണം. ഈ ചെസ്റ്റത്തെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാൻ ഭയങ്കര ഗതികേടാണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ഏരിയ കണ്ടോ, അവിടെ നമുക്ക് എന്തെങ്കിലും പണിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ കൂടെ പോയി നോക്കിയപ്പോൾ കുറച്ച് വില്ലേജേഴ്സ് അവിടെ നിൽക്കണുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇനി അവിടെ കുറച്ച് ബിൽഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. ഞാൻ മിക്കവാറും ട്രേഡിങ് ഹാൾ അങ്ങോട്ട് പണിയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ അയൺ ഫാം ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടൊരു ബ്രീഡറും കൂടിയും പണിയണം. അടുത്തെന്ന് പറയുമ്പോൾ കുറച്ച് മാറ്റിയിട്ടൊരു ബ്രീഡറും കൂടിയും പണിയണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഷീപ്പും ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. കുറേ ഷീപ്പ് ഞാൻ തല്ലിക്കൊന്ന് ഫുഡാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഒരു ബ്രീഡർ സെറ്റാക്കണം. പിന്നെ നമ്മുടെ ഇതിലുണ്ടായിരുന്ന ഡയമണ്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ മറന്നുപോയി. നമുക്ക് കുറച്ച് കോബിൾ സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് ബ്ലോക്ക് വേണം, ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് വേണം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് സ്റ്റോൺ പൊട്ടിക്കാൻ വന്നതാണ്. പിന്നെ നമുക്ക് ഈ സൈഡിലോട്ട് അധികം കുഴിക്കാൻ പറ്റില്ല, കാരണം അവിടെ നമ്മുടെ അയൺ ഫാമിൻ്റെ ഇത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് കയറി ചെല്ലും ഞാൻ ചിലപ്പോൾ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇങ്ങോട്ട് മാറി കുഴിക്കാം, അതായിരിക്കും നല്ലത്. നമുക്കിനി ഇവിടെ നിന്ന് കുറച്ച് സ്റ്റോണും കൂടി ഒപ്പിച്ചിട്ട് നമ്മുടെ ബിൽഡ് സ്റ്റാർട്ട് ചെയ്യാം. ബിൽഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ബിൽഡൊന്നുമല്ല, നമ്മുടെ നോർമലൊരു ബ്രീഡർ. ഞാൻ മറ്റേ സാധനം ഒന്നും വെച്ചിട്ടല്ല കഴിഞ്ഞ പ്രാവശ്യം മണ്ണോലും തന്നെ ഞാൻ പണിയണത്. ഈ പ്രാവശ്യം ഞാൻ സാധാരണ നമ്മൾ ആദ്യമൊക്കെ ഉണ്ടാക്കിയെന്നൊരു സാധനം ഉണ്ടല്ലോ, അതന്നെ ഉണ്ടാക്കാൻ പോകണം. കുറച്ച് ബെഡ് നിരത്തി വെച്ച് കുറച്ച് ക്യാരറ്റും ഇതൊക്കെ നട്ട് ഒരു ഫാമിംഗ് ഏരിയ സെറ്റാക്കും. 2 വില്ലേജേഴ്സിനെ കൊണ്ടുപോയിടും. ഇതന്നെ പരിപാടി. എന്നിട്ട് പിന്നെ വില്ലേജേഴ്സിനെ അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത് മാത്രം നോക്കിയാൽ മതി നമുക്ക്. അതാകുമ്പോൾ കുറച്ചുകൂടി സിമ്പിളായിട്ട് നമുക്ക് പണിയാൻ പറ്റും. സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചുകൂടി ടഫ്. കാരണം ഇത് ക്യാരറ്റൊക്കെ വളർന്ന് വരണം. കുറച്ച് ക്യാരറ്റൊക്കെ നമുക്ക് ഫാം ചെയ്യണം ഫസ്റ്റ്. കുറച്ച് അധികം ക്യാരറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ മിക്കവാറും ഞാനിവിടെ വില്ലേജേഴ്സിനെ കൊണ്ടുവരുന്നതിനെക്കാട്ടിയും മുമ്പ് ഇത് വളരും. എനിക്ക് ഡൗട്ടുണ്ട്. അതായത് വില്ലേജേഴ്സിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ടൈം എടുക്കും. കാരണം ഈ വില്ലേജിൽ ഒറ്റ വില്ലേജേഴ്സില്ല. അപ്പോൾ നമുക്ക് അപ്പുറത്ത് മറ്റേ വില്ലേജിൽ പോയിട്ട് വേണം പിടിച്ചു കൊണ്ടുവരാൻ. അവിടെ ഞാൻ ഒരു വില്ലേജറിനെ പൂട്ടിയിട്ടിട്ടുണ്ട്. നമ്മൾ അവിടെയും 3 വില്ലേജറെ ഞാൻ കണ്ടതാകെ. അപ്പോൾ അതിലൊരു വില്ലേജറെ ഞാൻ പൂട്ടിയിട്ട് 2 ആളെ ഇങ്ങോട്ട് അയൺ ഫാമിന് കൊണ്ടുവന്നത്. ഒരുത്തനും ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പക്ഷേ വേറെ ഡൗട്ട് എനിക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ പോകുമ്പോൾ ഇനി ഒരു വില്ലേജറിനെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ പെടൂലേ. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് അയൺ ഫാമിന് നൈസായിട്ടൊരു വില്ലേജറിനെ അങ്ങോട്ട് തട്ടാം. എന്നിട്ട് ഒരു വില്ലേജറിനെ ബ്രീഡ് ചെയ്തിട്ട് കുറച്ച് നേരത്തേക്ക് നമുക്ക് അയൺ ഫാം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് തരേണ്ടി വരും. നമുക്ക് അത്യാവശ്യം അയൺ ഇപ്പം തന്നെ ആയിട്ടുണ്ട്. ഞാൻ അയൺ ഫാം പോയിട്ടില്ല ഇതുവരെ, അയൺ എടുക്കാനൊന്നും ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ തൽക്കാലത്തിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ പണിയാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ ഷെയ്ഡറിൻ്റെ കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. ആരും ഒന്നും പറയുന്നത് കേട്ടിട്ടില്ല. ഷെയ്ഡർ ഭയങ്കര ലേറ്റായിട്ട് തോന്നുന്നുണ്ടോയെന്നുണ്ടെങ്കിൽ ഞാൻ ഓഫ് ചെയ്തിടാം. എനിക്ക് കുറേ നേരം കളിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ലേറ്റ് അടിക്കണ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഓഫ് ചെയ്തിട്ടിട്ടാണ് കളിക്കൽ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ ഷെയ്ഡർ ഓൺ ആയാലുള്ളൂ കൂടുതലും. അല്ലാത്ത ടൈമിൽ ഞാൻ അങ്ങനെ ഷെയ്ഡർ ഇട്ട് കളിക്കലില്ല. പിന്നെ ബിൽഡും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഷെയ്ഡർ ഇടാതെയാണ് കുറച്ചും കൂടി നന്നായി തോന്നുക. പിന്നെ നമുക്ക് കാണാനൊരു രസമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷെയ്ഡർ ഇടുന്നത്. എനിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞാൽ മതി. ആർക്കെങ്കിലും ഷെയ്ഡർ ഇട്ടത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഓഫ് ചെയ്തിടാം, കുഴപ്പമൊന്നുമില്ല. അതാവും എനിക്കും കൂടി കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നുക. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് ഇപ്പോൾ FPS കുറച്ചുകൂടി കൂടുതൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ
ചെറിയൊരു സെറ്റിങ്സിൽ പോയി ചെറിയൊരു പരിപാടി കാണിച്ചപ്പോൾ കുറച്ചുകൂടി കൂടുതൽ FPS കിട്ടുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, നമുക്കിനി ഇവിടെ എന്തൊരു ഫാമിംഗ് ഐലൻഡ് സെറ്റ് ചെയ്യുക, ഫാമിംഗ് ഏരിയ സെറ്റ് ചെയ്യുക, ഫാമിംഗ് ലാൻഡ് അങ്ങനെയല്ലോ പറയുക, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ 4 ബ്ലോക്ക് ഫുള്ള് ക്ലിയർ ചെയ്യുക. ഇതിപ്പോൾ എത്ര ബ്ലോക്കാണ്? 9x9 അല്ലേ, അങ്ങനെ എന്തോ അല്ലേ, ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫുള്ള് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാരറ്റ് ഉണ്ടല്ലേ, ഇത് കൂടിപ്പോയി. നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാരറ്റ് ഉണ്ട്, അപ്പോൾ അതിവിടെ നട്ട് വയ്ക്കണം. ഒരു 9 ക്യാരറ്റ് നമുക്ക് ഇപ്പോൾ അവിടെ നിന്ന് ഞാൻ പൊട്ടിച്ചെടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ റീപ്ലേയും കാര്യങ്ങളൊന്നും ചെയ്യണില്ല കേട്ടോ. എനിക്കിത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്, ഒരു സുഖം കിട്ടണില്ല. അതുകൊണ്ട് ഇത് ഫുള്ള് സെറ്റായി വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് പെട്ടെന്ന് ആവണ്ടല്ലോ, കൊള്ളാം. ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റ് കുറച്ചുള്ളത് കയ്യിൽ നിന്ന് ഇവിടെ നട്ട് വയ്ക്കാം. ഇനി നമ്മളിത് ഇങ്ങനെ കുറച്ച് ബ്ലോക്ക് എടുത്ത് ഇങ്ങനെ ചുറ്റിനും വെക്കണം. 2 ബ്ലോക്ക് ഹൈറ്റിൽ വെക്കണം. അത് നമ്മൾ ഫുള്ള് ചുറ്റിനും വെക്കണം. കണ്ട, നമുക്ക് ഭയങ്കര സ്പീഡിൽ ഇതിങ്ങനെ വെച്ച് പോകാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ ഇനി ഈ ഷെയ്ഡറിൻ്റെ ഇതിലേ മോഷൻ ബ്ലർ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതും കൂടി ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല നമ്മുടെ വീഡിയോ നമ്മുടെ മൗസ് ഇങ്ങനെ നീക്കുമ്പോൾ മോഷൻ ബ്ലർ ആകുമ്പോൾ ഭയങ്കര രസം, കാണാൻ രസം. ഒരു ബ്ലോക്ക് കൂടിപ്പോയി. ഓക്കെ, ഇനി ഇതിങ്ങനെ വെച്ച് നമ്മൾക്ക് ആവശ്യമുള്ള സാധനം ഫുള്ള് കയ്യിൽ. ട്രാപ്പ് ഡോർ കൊണ്ടുവരണമല്ലേ, ട്രാപ്പ് ഡോർ ഞാൻ എടുത്തിട്ടില്ല. നമുക്ക് ട്രാപ്പ് ഡോർ ആവശ്യമുണ്ട്, 2 ട്രാപ്പ് ഡോർ കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതും കൂടി അവിടെ വെച്ചിട്ട് ട്രാപ്പ് ഡോർ മാത്രമല്ല കമ്പോസ്റ്റർ വേണം. പിന്നെ അതുപോലെ തന്നെ ടോർച്ച് 2-3 ടോർച്ച് വേണം. ഇവിടെ ബാക്ക് സൈഡൊക്കെ ഒന്ന് ടോർച്ച് വെച്ച് ലൈറ്റപ്പ് ചെയ്യണം. ഞാൻ ഈ ബ്രീഡറിൻ്റെ ഇതുവരെ മാത്രമേ ടോർച്ച് വെച്ചിട്ടുള്ളൂ, അപ്പോൾ അതിൻ്റെ ബാക്കിലോട്ടൊന്നും ഞാൻ ടോർച്ച് വെച്ചിട്ടില്ല. അതുകൊണ്ട് സെറ്റ് ചെയ്യണം. ഇനി ഓക്കെ, ഇപ്പോൾ സെറ്റായി. ഇതാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് കുറച്ച് സ്ലാബ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രാഫ്റ്റ് ചെയ്യണം. ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മളിതുകൊണ്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് ഒരു പരിപാടി ഉണ്ട്. ഞാൻ ഷെയ്ഡർ ഓഫ് ആക്കിയിട്ടുണ്ട് നൈസായിട്ട്. എനിക്കെന്തോ ബിൽഡ് ചെയ്യുമ്പോൾ ഒരു സുഖം കിട്ടണില്ല. ഞാൻ കുറച്ച് ഇതുണ്ടാക്കി, നമ്മുടെ കോബിൾ സ്റ്റോണിൻ്റെ സ്റ്റോണല്ലല്ലോ, എന്തോന്ന് സ്ലാബ് മാറിപ്പോയി. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സ്ലാബ് എടുത്ത് ചുറ്റിനും വെക്കാം. അതുകൊണ്ട് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് പോവാം. ഇനി ഇവിടെ 2 ബ്ലോക്ക് പൊട്ടിച്ചിട്ട് നമുക്ക് ഒരു കുഴി എടുക്കണം. ഈ സ്ലാബ് ഇവിടെ വെക്കേണ്ടി വരും. സ്ലാബ് മിക്കവാറും വെക്കേണ്ടി വരില്ലേ. ഇവിടെ ഒരു കുഴി എടുക്കുക. ഓക്കെ, ഇവിടെ ഒരു കുഴി ഇങ്ങനെ എടുത്തിട്ട് 2-3 ബ്ലോക്ക് താഴത്തോട്ട് പോയിക്കോട്ടെ അല്ലേ, ഇവിടെ കിടക്കട്ടെ. നമുക്കിനി ഒരു വാട്ടർ ബക്കറ്റ്, നമ്മുടെ വെള്ളമുണ്ട്, ഞാൻ 2 ബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അതുകൊണ്ട് ഇവിടെ ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കുക. ഇനി നമ്മളതുകൊണ്ട് ഈ വെള്ളത്തിൻ്റെ കൂടെ തുഴഞ്ഞു പോകണം. ഫുള്ള് ഡേർട്ടാണെന്നുണ്ടെങ്കിൽ നല്ല സുഖമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ 2 ബ്ലോക്ക് ഹൈറ്റിൽ ഇങ്ങനെ പോവുക. ഇനി ഇത് അവസാനിക്കുന്ന വരെ, ഇത് 7 ബ്ലോക്ക് എങ്ങാണ്ടല്ലേ ഈ വെള്ളം പോയി അവസാനിക്കുക, അവിടെ എത്തണ വരെ നമുക്ക് ഇങ്ങനെ കുഴിക്കുക. ഇത് നല്ല രസമുള്ളൊരു പരിപാടി, വെള്ളത്തിൽ ഇങ്ങനെ കുഴിച്ച് പോകണത്. ഓക്കെ, അതുകൊണ്ട് അതും ഏകദേശം എത്തി എന്ന് പറഞ്ഞില്ലേ. ഇതെത്തിന് നമുക്ക് തൽക്കാലത്തിന് നമുക്ക് മുകളിലോട്ട് കയറാനൊരു വഴി ഉണ്ടാക്കിയിടാം. നമുക്കിതിൻ്റെ അടിയിലോട്ടൊരു ഇതുണ്ടാക്കണം. അതായത് വില്ലേജേഴ്സിനെ കൊണ്ട് ട്രാപ്പ് ചെയ്ത് നിർത്തുന്നൊരു സംഭവം. അവിടെ നിന്ന് പിന്നെ നമുക്കൊരു കളക്ഷൻ സിസ്റ്റം സെറ്റ് ചെയ്യണം റെയിലൊക്കെ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ കയ്യിൽ വുഡുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കാര്യം കാട്ടാം, ചുമ്മാ അവിടെ പോയിട്ട് ഇനി ട്രാപ്പ് ഡോർ നിർത്തുകൊണ്ടിട്ട കുറച്ച് ട്രാപ്പ് ഡോർ ഇവിടെ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കിയാൽ പോരെ. നമുക്കിതുകൊണ്ടൊരു 4 ട്രാപ്പ് ഡോർ അങ്ങോട്ട് ഉണ്ടാക്കിയേക്കാം. 4 കൊണ്ടുവരും, 2 പോരെ. കിടന്നോട്ടെ, ചിലപ്പോൾ ആവശ്യം വന്നാലും എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാവില്ലേ, പറയാൻ പറ്റൂല. ഇനി നമുക്കൊരു ട്രാപ്പ് ഡോർ ഇതുകൊണ്ട് ഇവിടെ വെക്കണം. പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് അതിൻ്റെ മണ്ടയ്ക്കല്ല. ഇനി നമുക്കൊരു ട്രാപ്പ് ഡോർ ഇതുകൊണ്ട് ഇങ്ങനെ വെച്ചാൽ അത് അങ്ങോട്ട് പോവില്ല. അതല്ല എനിക്ക് വേണ്ടത്. ഇതടച്ചിടാം. ഓക്കെ, ഇനി ഇതിപ്പോൾ ഇങ്ങനെ വെക്കും. അയ്യോ, ഇതിങ്ങനെയൊന്നും അല്ലടാ, ഇതിങ്ങനെയൊന്നും അല്ല. ഇതിപ്പോൾ എങ്ങനെയായിരുന്നു? ഇതിങ്ങനെ ബ്ലോക്ക് വെച്ചാൽ പറ്റുമോ? ഇങ്ങനെയായിരുന്നു. സോറി, സംഭവം മാറിപ്പോയി. ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വില്ലേജേഴ്സ് നേരെ പോയി അതിലോട്ട് ചാടും.
അപ്പോൾ ചുമ്മാ റിസ്ക് എടുക്കണ്ട, നമുക്കിതുകൊണ്ട് ഇങ്ങനെ വെച്ച് പാളി പിന്നെയും പാളി കൊണ്ട് ഇതെടുത്ത് ഇവിടെ വയ്ക്കുക. എന്നിട്ടൊരു ട്രാപ്പ് ഡോർ എടുത്ത് ഇങ്ങനെ വെച്ച് അതടയ്ക്കുക. ഓക്കെ, ഇപ്പോൾ സെറ്റ്. അപ്പോൾ ഈ ബ്ലോക്ക് ഒട്ടിക്കണ്ടേ, അപ്പോൾ മുകളിലൊരു ഗ്യാപ്പ് ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ആ മുകളിലത്തെ ഗ്യാപ്പിൽ നമുക്ക് സ്ലാബ് വയ്ക്കാം. ഇപ്പോൾ പിടികിട്ടി, ഇപ്പോഴാണ് സംഭവം കറക്റ്റായി വന്നത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഇതുണ്ട്, നമുക്ക് ഈ ട്രാപ്പ് ഡോർ അടച്ചിടാണ് വേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെ അടച്ചിടണം. അതാകുമ്പോൾ ബേബീസ് അതായത് ബേബി വില്ലേജേഴ്സ് അങ്ങനെ പറയണം. ബേബി വില്ലേജേഴ്സ് നേരെ ഓടിക്കയറും, നേരെ കുഴിയിലോട്ട് പോവും. അതാണ് സംഭവം. ഇനി നമുക്കിവിടെ ബെഡൊക്കെ വെച്ച് സെറ്റാക്കാനുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ. നമുക്കൊരു ബെഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വൂള് ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട് അവിടെ ചെസ്റ്റിൽ. നമുക്ക് അതേതേലും എടുത്തോണ്ട് കുറച്ച് ബെഡ് ഉണ്ടാക്കാം. ഇനി നമുക്ക് കൊണ്ട് ഇതും കൂടിയും പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ബിൽഡിൻ്റെ പണി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവിടെ 2 ടോർച്ച് വെക്കണം. ഈ ടോർച്ച് ഇല്ലേ? അടിപൊളി. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ടോർച്ച് ഉണ്ടാക്കാം. നമ്മുടെ ഇത് വെച്ചിട്ടേ കുറച്ച് ടോർച്ച് ഉണ്ടാക്കാം. കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കണം. സ്റ്റിക്കും ഇല്ല നമ്മുടെ കയ്യിൽ. നമ്മുടെ കൈ ഇൻവെൻറ്ററി ഫുള്ളാവാനായിട്ടുണ്ട്. നമുക്ക് ചെസ്റ്റ് എന്തെങ്കിലും കൊണ്ടുവയ്ക്കണം കേട്ടോ അവിടെ. ഓക്കെ, കുറച്ച് ടോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി 2 ടോർച്ച് ഇവിടെ ചുമ്മാ വയ്ക്കുന്നതാണ്. അവിടെ ഒന്നും സ്പോൺ ആവാതിരിക്കാൻ. അവിടെ വെളിച്ചമില്ലാത്തതുകൊണ്ടൊന്നുമല്ല, വെളിച്ചമുണ്ട്. എന്നാലും നമുക്ക് റിസ്ക് എടുക്കണ്ടല്ലോ. അവിടെ ഒരു 4 ബ്ലോക്ക് ഉണ്ട്. അവിടെ സ്പോൺ ആവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങാനും അതിൻ്റെ ഉള്ളിലോട്ട് വല്ല സോംബീസും കയറിപ്പോയാലും. ഓക്കെ, അപ്പോൾ നമ്മുടെ പണി ഏകദേശം ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൊണ്ട് ഇവിടെ ഈ കളക്ഷൻ അതൊന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഗ്ലാസ് വേണം. പിന്നെ നമുക്ക് കുറച്ച് റെയിൽ ഉണ്ടാക്കണ്ടേ. അതാണ് മെയിനായിട്ട്. നമുക്ക് റെയിൽ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് അയണാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അയൺ ഫാം ഉണ്ടാക്കിയിട്ട് വെറുതെ ഉണ്ടാക്കി വെച്ചതല്ല, ഇങ്ങനെയുള്ള യൂസിന് വേണ്ടി ഉണ്ടാക്കി വെച്ചത്. കുറേ അയണതിൽ കിടക്കുന്നുണ്ട് ഇപ്പോൾ. എത്ര കാലം അയണാണ്. നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി ഇവിടെ വയ്ക്കാം. നമുക്ക് ഓട്ടോഗ്രാഫ്റ്ററിൻ്റെ ആ സംഭവം ഇതിലൊന്നും നോക്കണം. ഞാൻ അതിൻ്റെ കാര്യം മറന്നിട്ടുണ്ട്. അങ്ങനെ ഒരു അപ്ഡേഷൻ വന്നത് ഞാൻ മറന്നിട്ടുണ്ട്. പണ്ടെങ്ങാണ്ട് വന്നൊരു അപ്ഡേഷൻ അല്ലേ ഓട്ടോഗ്രാഫ്റ്റർ. ഇതൊക്കെ ഇപ്പോൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? ഞാൻ എവിടെയും അങ്ങനെ കണ്ടിട്ടില്ല. അത് ആകെ കുറച്ച് ആൾക്കാർ യൂസ് ചെയ്യണേ കണ്ടിട്ടുള്ളൂ. അതൊന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കണം. അതിനിപ്പോൾ എന്തൊക്കെയായിരുന്നു വേണ്ടത് ഉണ്ടാക്കാനല്ലേ. ഇനി നമുക്ക് അവിടെ പോയി കുറച്ച് ഗോൾഡും പിന്നെ അതുപോലെ തന്നെ അവിടെ കുറച്ച് അതിന് കിടക്കുന്നുണ്ടാവും. അതൊക്കെ എടുത്ത് കുറച്ചധികം റെയിൽ സെറ്റ് ചെയ്യാം. റെയിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വില്ലേജസിനെ കൊണ്ടുപോകാൻ പാകത്തിനാക്കിയിട്ടേ ഒരു ട്രേഡിംഗ് ഹാളും കൂടി സെറ്റ് ചെയ്യണം. ട്രേഡിംഗ് ഹാളിൻ്റെ ബിൽഡ് ഞാൻ എന്തായാലും ഒരു വീഡിയോ ആക്കിയിട്ട് തന്നെ ചെയ്യും. അതൊരു റീപ്ലേ പോലെയൊക്കെ ആയിട്ടാവും ചെയ്യുക. അപ്പോൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്താൽ കഴിയും തോന്നണില്ല. ട്രേഡിംഗ് ഹാളൊക്കെ അത്യാവശ്യം വലുപ്പത്തിൽ പണിയുണ്ട്. അപ്പോൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് ഇന്നിങ്ങനെ തീരും തോന്നണില്ല. അപ്പോൾ അതൊക്കെ ഞാൻ റീപ്ലേ തന്നെയാവും റെക്കോർഡ് ചെയ്യുക. ഇത് ഞാൻ ചുമ്മാ റെക്കോർഡ് ചെയ്തതാണ്. ഇത് തീരണില്ല. അത് എത്ര നേരമായതറിയാം ഈ ഒരു വീഡിയോ. ഭയങ്കര ടൈമാണ്. ഇത് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കുറയ്ക്കുന്നല്ലാതെ വേറൊന്നുമില്ല. നമ്മുടെ ആൻവിൽ ഉണ്ടാക്കിയിട്ട് ഇവിടെയും വെക്കാണ്ടായിരുന്നു. ഞാൻ മറന്നുപോയതാണത്. ഓക്കെ, ഇവിടെ ഒന്നിരിക്കട്ടെ. പിന്നെ കൊണ്ട് ഇവിടെ ഒന്നിരിക്കട്ടെ. അല്ല, ഇത് പൊട്ടിച്ചിട്ട് തന്നെ മണ്ടയ്ക്ക് കയറ്റി വയ്ക്കാം. 1/2 മണിക്കൂറായി ഞാൻ ഈ ഒരു ബ്രീഡർ പണിയാന്നും പറഞ്ഞിരിക്കണേ. ഇപ്പോഴാണ് ഇതൊന്ന് കംപ്ലീറ്റ് ആയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഈ ഒരു റെയില് മണ്ടയ്ക്ക് കൊണ്ടുവരാനാണ് ഏറ്റവും കൂടുതൽ ഞാൻ പണിയെടുത്തതെന്ന് തോന്നുന്നത്. കാരണം ഫുള്ള് മണ്ടത്തരങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഞാൻ ഫസ്റ്റ് വെച്ച രീതി വേറെ, പക്ഷെ ഇത് അങ്ങനെ ആയിരുന്നില്ല വെക്കേണ്ടത്. ഫസ്റ്റ് വെച്ചത് ഞാൻ ഒരു ബ്രീഡർ ഉണ്ടാക്കിയ ടൈമിന് ഉണ്ടായിരുന്നൊരു ഡിസൈനാണ്. പക്ഷെ അത് വർക്കിംഗ് അല്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വർക്കായി. ഇനി നമുക്ക് കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ക്യാരറ്റ് നടാനുണ്ട്. അതുപോലെ തന്നെ ഇത് അടച്ചു വെച്ചിട്ടില്ലല്ലേ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അതൊക്കെ ഉണ്ട്. നമുക്ക് കൊണ്ട് ഇത് പൊട്ടിച്ച് ഇനി ഇതിൻ്റെ ഉള്ളിൽ വില്ലേജസിനെ കൊണ്ടുപോയിടണം. ആ ക്യാരറ്റ് ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ നട്ട് വയ്ക്കണം. ഓക്കെ, അപ്പം നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മളിന്ന് വില്ലേജേഴ്സിനെ പിക്ക് ചെയ്തിട്ട് ബാക്കി റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്നലെ ഇരുന്ന് കുറേ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണിത് റെക്കോർഡ് ചെയ്യണത്. ഞാൻ അവിടെ കുറച്ച് പരിപാടി കൊണ്ട് ഒപ്പിച്ചിട്ട് നേരെ വില്ലേജിലോട്ട് പോന്നു. നമ്മുടെ വില്ലേജിലോട്ടല്ല, നമ്മുടെ വില്ലേജിൻ്റെ അപ്പുറത്തുള്ള വില്ലേജിലോട്ടാണ് വന്നത്. അപ്പോൾ ഈ വില്ലേജിൽ നിന്നാണ് ഞാൻ വില്ലേജേഴ്സിനെ ഇപ്പോൾ കൊണ്ടുപോകണം. മറ്റേ വില്ലേജിൽ ഒറ്റ വില്ലേജേഴ്സിനെ കാണാനില്ല. ആകെ 3 വില്ലേജേഴ്സ് ഉണ്ടായിരുന്നു. അതിനെയാണ് ഞാൻ അയൺ ഫാം പണിയാൻ വേണ്ടി പിടിച്ചിട്ടത്. പക്ഷെ അതിനുശേഷം ആരും അവിടെ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇനി ഇവിടെ നിന്ന് വില്ലേജസിനെ കൊണ്ടുപോകുമ്പോൾ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചതിൻ്റെ കാരണം പറഞ്ഞാൽ
കുറേ ടൈം വെറുതെ പോകും. അതുകൊണ്ട് ഞാൻ വില്ലേജേഴ്സിനെ എടുത്തിട്ട് ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ എങ്ങനെ കൊണ്ടുപോകണമെന്ന് ജസ്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് വലിയ പണിയൊന്നുമില്ല, നമ്മളിങ്ങനെ കയറും കെട്ടി വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഈസി ആയിട്ട് പോവാം. അതായത് വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഈസി ആയിട്ട് അങ്ങോട്ട് എത്താൻ പറ്റും. അപ്പം ഞാനെന്തായാലും തുഴഞ്ഞെന്തായാലും ഉമ്മാരെ അങ്ങോട്ടൊന്ന് എത്തിച്ചോട്ടെ. ഓക്കെ, അങ്ങനെ നമ്മളതുകൊണ്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വില്ലേജേഴ്സിനെ വലിച്ചതിൻ്റെ ഉള്ളിലോട്ട് കയറ്റണം. വലിച്ചു കയറ്റി നമുക്കിവിടെ ബ്ലോക്ക് വെച്ച് അടയ്ക്കും വേണം. ഈ ഇതെന്താ പെട്ടെന്നൊരു മഴ, ഓ മൈ ഗോഡ്. ഷുഗർ പ്രൊട്ടക്ടറോ അതെന്തോന്ന്? നമുക്ക് അച്ചീവ്മെൻറ്റും കിട്ടി. അതുകൊണ്ട് ഇടി വെട്ടി മഴ ചെയ്യണം ഇവിടെ. അപ്പോൾ നമുക്ക് നൈസായിട്ടേ ഇവന്മാരെ പൂട്ടിയിടുന്നതിന് മുമ്പ് ഞാനൊന്ന് കിടന്നുറങ്ങട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇടി കൊണ്ട് മരിക്കും. അതുപോലെ ക്രീപ്പറോ കാര്യങ്ങളൊക്കെ ഇടി കൊണ്ട് വന്ന് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു. അച്ചീവ്മെൻറ്റ് നമുക്ക് ഇങ്ങനൊരു അച്ചീവ്മെൻറ്റും കിട്ടുമായിരുന്നില്ലേ? ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ആർക്കറിയാം. അവിടെ ഇങ്ങനൊരു അച്ചീവ്മെൻറ്റ് ഇതിലുണ്ടായിരുന്നു. സത്യമായിട്ട് ഞാനിതിപ്പോഴാണ് കേട്ടോ ശ്രദ്ധിക്കണത്. എന്തോ ഇവിടെ ഒരു തകരാറ് പോലെ. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ കുറച്ച് ബ്ലോക്ക് വെക്കണമല്ലേ? ഓക്കെ, നമ്മുടെ ബ്ലോക്ക് അവിടെ ആയിരിക്കും. നമുക്ക് എന്തായാലും അത് പോയി എടുത്തിട്ട് വരാം. ഇന്നത്തെ വീഡിയോ നല്ല ലെങ്ത് ആവും. മാക്സിമം ഞാൻ കട്ട് ചെയ്തിട്ട് തന്നെ ഇടാൻ നോക്കണത്, പക്ഷേ നല്ല ലെങ്ത് ഉണ്ടാവും, എനിക്ക് ഉറപ്പാണത്. കാരണം അത് ഞാൻ ഫസ്റ്റ് റെക്കോർഡ് ചെയ്ത ക്ലിപ്പ് തന്നെ ഉണ്ട്, ഏകദേശം ഒരു 3/4 മണിക്കൂറിൻ്റെ അടുത്ത്. ഇനിയിപ്പോൾ ഇത് ടോട്ടൽ എത്ര മിനിറ്റ് ഉണ്ടാവുമെന്നൊന്നും അറിയാൻ പാടില്ല എനിക്ക്. അവിടെ നിന്ന് ഇനിയിപ്പോൾ അധികമൊന്നുമില്ല. അവന്മാരെ പിടിച്ച് അവിടെ ഇട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് നേരം നേരത്തെ നിൽക്കാം, അത് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും കുറച്ച് ക്യാരറ്റ് അവിടെ കിടക്കണമെന്ന് മൊത്തം എടുത്തുകൊണ്ട് വന്നിട്ട് അവന്മാർക്ക് ഇട്ട് കൊടുക്കാൻ നോക്കട്ടെ. എല്ലാം കഴിഞ്ഞ് നമുക്കിനി കൊണ്ട് ഈ ക്യാരറ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി, അവന്മാർ ബ്രീഡ് ആയിക്കോളും. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഒരു സ്റ്റാക്കും അതുപോലെ തന്നെ 4 ഇത് മാത്രമേ ഉള്ളൂ, ക്യാരറ്റും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവന്മാർ ബ്രീഡ് ആവുമോ എന്ന് എനിക്കറിയാൻ പാടില്ല. നമുക്ക് നൈസായിട്ട് അവന്മാർ നോക്കാത്ത രീതിയിൽ ഇങ്ങനെ മറിഞ്ഞ് നിൽക്കാം. ബ്രീഡ് ആവണുണ്ടോ? ഒന്നും കാണാനില്ലല്ലോ. ഒന്നും സംഭവിച്ചില്ല, ഒന്നുമേ സംഭവിച്ചില്ല. നമുക്ക് ഏതായാലും കുറച്ച് നേരം AFK നിന്ന് നോക്കാം. നോക്കട്ടെ, ഞാനെന്തായാലും കുറച്ച് നേരം AFK നിന്ന് നോക്കട്ടെ. ഒരു ബ്രീഡ് ആവൂലേ? ഈ 2 കമ്പോസ്റ്റർ ഒക്കെ ഉണ്ടല്ലോ, ഇനി 1 വെച്ചാൽ പോരെ, ഒരുത്തനെ മാത്രം. ഞാനെന്തായാലും കുറച്ച് നേരം AFK നിന്ന് നോക്കട്ടെ. അവന്മാർ ബ്രീഡ് ആവണുണ്ടോ എന്ന് എനിക്ക് ബേബി വില്ലേജേഴ്സിനൊന്നും കാണാനില്ല. മറ്റേ ഹാർട്ടും വരുന്നില്ലല്ലോ. ഹാർട്ട് വന്നാൽ കുഴപ്പമില്ല, ഹാർട്ട് വന്നാൽ പിന്നെ നമുക്ക് പേടിക്കാനില്ല. അവരെ ഒന്നും അയ്യോ, നമുക്ക് നോക്കാം. അവനതുകൊണ്ട് അങ്ങോട്ട് നോക്കിയിരിക്കുന്നു. നമുക്ക് നോക്കാം, കുറച്ച് നേരം AFK ഒന്ന് നോക്കാം, വർക്കാവില്ല എന്നാ പറയാമല്ലോ. അധികം നേരമൊന്നും എടുത്തില്ല, ഞാൻ ജസ്റ്റ് ഒന്നൊരു തംബ്നെയിലിന് വേണ്ടിയിട്ടൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു ഫ്രീ ക്യാമും പിടിച്ച് നിൽക്കുന്ന ടൈമിനായിരുന്നു അത് സംഭവിച്ചത്. അതുകൊണ്ട് ഒരു ബേബി വില്ലേജർ അങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഇത് വർക്കായിക്കോളും. ഇനി ഇത് വർക്കാവാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഇത് പൊട്ടിച്ച് കയ്യിൽ വയ്ക്കണം, നമുക്ക് ആവശ്യം വരുമ്പോൾ എടുത്താൽ മതി. ഇവിടെ വേറൊന്നും വെക്കാനൊന്നുമില്ല, ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ഇതെന്തായാലും നീങ്ങി പോകുന്നില്ലല്ലോ, ഇവിടെ തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഒരു ബേബി വില്ലേജർ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 5 ബെഡ് എങ്ങാണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കുറച്ച് വില്ലേജേഴ്സിനെ കിട്ടും. പിന്നെ നമ്മളെന്തായാലും ആ വില്ലേജേഴ്സിനെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള പ്ലാനാണ്. അടുത്ത എപ്പിസോഡിൽ പറ്റുകയാണെങ്കിൽ ഞാൻ ട്രെയിനിങ് ഹാൾ സെറ്റ് ചെയ്യാൻ നോക്കാം. ട്രെയിനിങ് ഹാൾ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വേറെയും കുറച്ച് പരിപാടി ഉണ്ട്. കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെ ഒപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കൗ ഫാമും പണിയാണല്ലേ. അതുകൊണ്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ എന്തായാലും എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട് ചെയ്യാം. പിന്നെ ട്രെയിനിങ് ഹാൾ ഒരു ബിൽഡായിട്ട് തന്നെ വീഡിയോ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ ഇത്രയും ലെങ്ത്തുള്ള വീഡിയോ ഇനി വരാതിരിക്കാൻ ശ്രമിക്കാം. ഇനിയുള്ളതൊക്കെ ഞാൻ റീപ്ലേയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ തന്നെയാവും മിക്കവാറും ഇടുക. ഇങ്ങനെ വീഡിയോ ഒന്നും ചെയ്യില്ല, ഞാൻ ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതിലേക്കും ടാറ്റാ, ബൈ ബൈ.